ആമിന, ഞാനൊന്ന് ഓളാക്കിയിട്ട് വരാം. ഇപ്പൊ നന്നായേ. ഉമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണ കണ്ടാ എനിക്ക് പോവാൻ പറ്റില്ല കേട്ടോ. ഈ പോയിക്കോ. ഉമ്മീനേക്കാൾ അനക്കിഷ്ടം അലിൻ്റെനോടല്ലേ? ഈ ഓളെ കൂടെ പോയി അർമാദിക്ക്. എന്ത് പ്രയാസനാണ് ഉമ്മി. എന്തായാലും ഒരു കൊല്ലം കഴിഞ്ഞ് എന്നെ കെട്ടിച്ചയക്കും. എനിക്കും ഉണ്ടാവില്ലേ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം. ബാംഗ്ലൂരും കോയമ്പത്തൂരും എന്തായാലും എന്നെ വിടില്ല. അതാ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. ഓ, എന്നാലും ഈ ഉമ്മീനെ വിട്ട് പോവല്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇങ്ങനെ ഒരു സീറ്റ് ഒപ്പിച്ചെന്ന് അറിയാലോ. പിന്നെ ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഉമ്മി ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? എന്നാലും മോളെ, അനക്ക് ഇവിടെ എവിടെയെങ്കിലും കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാ പോരെ? ഷോ, ഈ ഉമ്മയുടെ ഒരു കാര്യം. ഈ ചിറ്റൂർ എന്ന് പറഞ്ഞാൽ അത്ര ദൂരെ. സിനാനിക്ക് എത്തിയല്ലോ. പോയിന്നാ ഞാൻ വിചാരിച്ചത്. സീനക്ക് വരണ്ട എന്റെ കൂടെ? ഞാനിപ്പോ വരുന്നില്ല. കമ്പനി ലോഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ശരിയാവൂല. പിന്നെ അമ്മായി, ഓള് ഇവിടുന്ന് മുങ്ങാനുള്ള മെയിൻ കാരണം ഒരു അടിപൊളി തേപ്പ് കിട്ടിയിട്ടാണെന്ന് നമ്മളെ മൊയ്ത് പറഞ്ഞു. എനിക്കും തോന്നണത് അത് ശരിയാന്നാ. സീനുക്ക, കുറച്ച് കഞ്ഞി എടുക്കട്ടെ? എന്തേ വേണ്ടേ? മൊയ്തുവിന് പിരാന്താണ്. നിങ്ങൾക്കും തുടങ്ങിയോ? ഏയ്, അങ്ങനൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓളിനോട് പറയില്ലേ? എന്തോ കള്ളത്തരുണ്ട്. അമ്മായി, ഓൾക്ക് ഹോസ്റ്റൽ ഭക്ഷണമൊക്കെ ശരിയാവോ? ഇത് ഹോസ്റ്റലൊന്നല്ല സീനുവോ. അവിടെ കുറച്ച് കുട്ടികളെ വീടെടുത്ത് താമസിക്കാ. പിന്നെ അവിടെ എല്ലാം വെക്കണ ഒരു അമ്മച്ചി ഉണ്ടെന്നാണ് ഓള് പറഞ്ഞത്. ബാക്കി എല്ലാരും എത്തിയോ? നീന്ന് വരുന്നത് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങ് പോന്നു. വാപ്പിയാ? വാപ്പി, അസ്സലാമലൈക്കും. ആ, ഞാനെത്തി. ആ, ലിൻഡ എന്റെ കൂടെ തന്നെ ഉണ്ട്. വാപ്പി ഇനി എന്നാ നാട്ടിക്ക് വരണേ? അതെയോ? ആ, കൊടുക്കാം. ആ, എന്തൊക്കെയുണ്ട് വാപ്പച്ചി? ഓ, ഞാൻ നോക്കിക്കോളാം. അതിനെ കുറിച്ചൊന്നും വാപ്പച്ചി പേടിക്കണ്ട. ഇവിടെ ഫുഡൊക്കെ വെക്കാൻ ആളുണ്ട്. റോസമ്മ എന്ന പേര് ഞങ്ങള് റോസേട്ടെന്ന് വിളിക്കും. ആള് ചെറിയൊരു സൈക്കോയാ, പക്ഷെ ഫുഡ് സൂപ്പറാ. ആ, കൊടുക്ക. ആ വാപ്പി, ആ ഞാൻ മരുന്നൊക്കെ എടുത്തിട്ടുണ്ട്. ആ, ഉമ്മീനെ വിളിക്കാം. ഞാൻ വിളിച്ചോളാം. വാലേക്കും അസ്സലാം. എന്ത് കെയറിങ്ങോടി നിന്റെ വാപ്പച്ചി. ഇതൊക്കെ കാണുമ്പോഴാണ് എന്റെ പപ്പയ്ക്ക് പന്നിപ്പടക്കം കൊടുക്കാൻ തോന്നുന്നത്. ആ, നീ പോരും? ആ, അവള് വന്നു. ഞങ്ങള് കഥ പറഞ്ഞോണ്ടിരിക്ക. ആ, അച്ചാറെടുക്കാൻ മറക്കരുത് കേട്ടോ. ആ, ശരി, പറയാം. ആരാടി? അത് അമൃതയാ, നമ്മുടെ റൂംമേറ്റാ. ഒരു വെകിളിയാ. ഞാൻ നീ വരുന്ന കാര്യം മുമ്പേ അവളോട് പറഞ്ഞിരുന്നു. നിനക്ക് വട്ടാന്ന് അവള് പറയുന്നേ. ഇത്രയും വൃത്തിയായിട്ട കോളേജിലേക്ക് ഇത്രയും ദൂരത്ത് നിന്ന് വന്ന് പഠിക്കാൻ. അതെന്താടി ഇത്രയ്ക്ക് അലമ്പാണോ നമ്മുടെ ക്യാമ്പസ്? ആണോന്ന് ചോദിച്ചാലും ആണ്, അല്ലേന്ന് ചോദിച്ചാലും ആണ്. ഞാൻ ഈ ക്യാമ്പസിൽ കാലുകുത്തിയിട്ട് ഇപ്പം 2 വർഷമായിട്ടേ ഉള്ളൂ. പക്ഷെ എനിക്കിവിടെ വന്നിട്ടിപ്പോ ഒരു 20 കൊല്ലായ ഫീലാ. ഈ ക്യാമ്പസിലെ ഓരോ ദിവസവും നമ്മുടെ മനസ്സിലിങ്ങനെ സത്യനന്ദിക്കാടിന്റെ ഫിലിം പോലെ നിറഞ്ഞു നിൽക്കും. പണി പാളിയോ? ഏയ്, ചെറുതായിട്ട്. എന്റെ കൂടെ പഠിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് പഠിത്തം മാറ്റിയത് മണ്ടത്തരായിപ്പോയി. നീ വെറുതെ പേടിപ്പിക്കാതെ കാര്യം പറ. പേടിക്കാൻ മാത്രമൊന്നുമില്ല. നമ്മുടെ ക്യാമ്പസില്ലേ, ഒന്നല്ല മോളെ, ഒരു 1.5. 100% വായ്നോക്കികൾക്കുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹുമതി നേടിയ കോളേജ്. വായ്നോക്കികളോ? നീ നോക്കി ഗർഭം ഉണ്ടാക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ, ഇവര് ഗർഭം ഉണ്ടാക്കാൻ മാത്രല്ല, ഒരൊറ്റ നോട്ടത്തിൽ ഒറ്റ നിമിഷം കൊണ്ട് 10 മാസമാവും. ചിലരുടെ നോട്ടത്തിലുണ്ടല്ലോ പ്രസവിക്കവരെ ചെയ്യും. പടച്ചോനെ, ഇനി എന്ത് ചെയ്യും? ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നെങ്കിലും പിന്നെ അതങ്ങ് ശീലായിക്കോളും. എന്ത് പ്രസവിക്കലോ? പ്രസവിക്കലല്ലടി പൊട്ടി, വായ്നോട്ടം. എല്ലാരും ഇങ്ങനെയാണെങ്കി എങ്ങനെയാ കോളേജിൽ പോവാ? നമ്മുടെ കോളേജിൽ എല്ലാരും ഇങ്ങനെയാ, പ്രിൻസിപ്പൽ തൊട്ട് പ്യൂണ് വരെ. നീ മെയിൻ ആയിട്ട് പേടിക്കേണ്ട 9 പേരുടെ ലിസ്റ്റ് ഞാൻ നിനക്ക് തരാം. ഇവനാണ് സപ്ലിക്കുട്ടൻ. സപ്ലി എഴുതാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരുത്തനാ അവൻ. ആ, ഇനി അടുത്ത അവതാരം ഗിരീഷ്. കോളേജിൽ അവനെ എല്ലാരും ഗീർവാണെന്നാ വിളിക്കുന്നത്. ചേട്ടനെ എല്ലാരും എന്താ ഗീർവാണെന്ന് വിളിക്കുന്നേ? അത് വലിയൊരു കഥയാടാ. കുട്ടിക്കാലത്ത് എല്ലാരും വിഷുവിന് പടക്കം പിടിച്ച് കളിക്കുമ്പോ ഞാൻ വാണം വിട്ട് കളിക്കാറ്. വാണോ? അതെന്താ സാധനം? കണ്ടിട്ടില്ലേ? ഈ വാണം ഇങ്ങനെ മേളിലേക്ക് പൊട്ടുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയാടാ. അതിൽ നീ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ജെട്ടീനെയാണ്. ജെട്ടിയോ? സജീവ് സി സുന്ദർ.
അതാണ് അവന്റെ ഒറിജിനൽ പേര്. പക്ഷെ ക്യാമ്പസിൽ അവൻ ജെട്ടിയാ. എന്താ ബോട്ട് ജെട്ടിയുടെ അവിടെയാണോ വീട്? ഇത് ആ ജെട്ടിയല്ല, നമ്മളിടുന്ന ആ സാധനമില്ലേ, ഷഡ്ജം. അശ്ശേ, അവനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. അവനെ പറ്റി പറയണമെങ്കിൽ അവന്റെ സീൻ കാണിക്കണം. ഇതാ കണ്ടോ? ഞാൻ എടുത്തിട്ടില്ല. അമ്മേ, എന്റെ അമ്മ. അയ്യോ, അയ്യോ. ഇനി എന്നോട് ചോദിക്കാതെ എന്റെ ജെട്ടി അങ്ങനെ എടുത്തിട്ടാ ഇങ്ങനെ ആയിരിക്കണം മറുപടി കേട്ടോ. ഇവനാണോ ജെട്ടി? അവനല്ല, ദൈവനാണ് ജെട്ടി. ഇവനെ മറ്റൊരു മുഖം കൂടിയുണ്ട്. May I come in, sir? യെസ് കം ഇൻ. സാറേ, ഒരു മിനിറ്റ്. എന്താടാ ഇത് ഞാൻ ആ സനീഷിന് കൊടുക്കാൻ വേണ്ടി വന്നതാണ് സാറേ. കണ്ട സാറേ, കംപ്ലീറ്റ് തുളയാണ് അത്. കണ്ട ഇതോട് തവണ ഇട്ടതിലാണ് സാറേ ഇപ്പൊ എന്നെ പഞ്ഞിക്കിട്ടത്. സാറത് എന്റെ അല്ല. നീ ഇത് പറയുമെന്ന് എനിക്ക് അറിയായിരുന്നടാ. അതുകൊണ്ടാണ് എന്റെ 2 റൂംമേറ്റ്സിനെ കൊണ്ട് ഞാൻ വന്നത്. കേറി വാടാ മക്കളെ. പറഞ്ഞു കൊടുക്കും മക്കളെ. ഇത് സനീഷ് തന്നെയാണ് സാറേ, ഞാൻ കണ്ടിട്ടുള്ളതാണ്. അല്ല സാറേ, അത് എന്റെ അല്ല. ഇത് ഒരു പുതിയ ജെട്ടിയാണ് സാറേ. എന്തോന്നടേ എന്താണ് സാറേ? ഇത് ഇവന്റെ പുതിയതാണെങ്കിൽ ബാക്കിയുള്ളതിനെ പറ്റി ഞാൻ സാറിനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. കൊണ്ടുപോയി തിന്നടാ നിന്റെ പട്ടു. അപ്പൊ പോട്ടോ മക്കളെ. ഇഷാമേ, മ്യൂസിക് ഇടറാ. വൃത്തിയേട്. ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവോ? ഉണ്ടാവും. ഇപ്പൊ നിനക്ക് നമ്മുടെ കോളേജിന്റെ നിലവാരം മനസ്സിലായില്ലേ? നമ്മൾ നാളെ കോളേജിലേക്ക് തന്നെയല്ലേ പോണേ. അപ്പൊ ബാക്കിയുള്ളവന്മാരെ കുറിച്ച് നിനക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പ്രശ്നാവോ? എനിക്ക് നല്ല പേടിയുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട. ആരെങ്കിലും അലമ്പ് കാണിച്ചാൽ നീ ആദ്യോട് പറഞ്ഞാ മതി. ആദ്യോ? അതാരാ? ഇത്ര അലമ്പന്മാരുള്ള കോളേജില് മെച്ചപ്പെട്ട സ്വഭാവമുള്ള ഒറ്റയൊരുത്തനേ ഉള്ളൂ. അതാദ്യാ. വേണമെങ്കിൽ നമ്മുടെ കോളേജിലെ ഹീറോ എന്നൊക്കെ പറയാം. ഹീറോ? ഇതെന്താ സിനിമയാ? സിനിമയേക്കാൾ വെല്ലുന്ന സീന പൊന്നു മോളെ അന്ന് ആർട്സ് ഡേക്ക് നടന്നത്. ഉണ്ടക്കൽ ശേഖരൻ, നിനക്ക് ലാലേട്ടനാവണോടാ? നല്ല മസിലൊക്കെ ഉണ്ടല്ലോ, മമ്മൂട്ടി ആയ പോരെ. മൃഗേല മമ്മൂട്ടി. കണ്ണടാ ഇതങ്ങ് ഇവിടെ ഇരുന്നോട്ടെ. അയ്യോ കളി കളിക്കും പരൽ മീൻ കണ്ണുള്ള പെണ്ണേ കാക്കക്കറുമ്പി. ആ ഗ്ലാസ് ഒന്ന് താട്ടാ, പ്രോഗ്രാമായി. നടടാ.
ഇതെന്റെ പുത്തൻ റെബാൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ച നിന്റെ കാലം ഞാൻ വെട്ടും, കേട്ടോടാ. എന്തായാലും നല്ല ബെസ്റ്റ് സ്ഥലത്തേക്കാ വന്നത്. വരണ്ടായിരുന്നു തോന്നപ്പോ നീ ഒറ്റ ഒരുത്തി കാരണം ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ക്യാമ്പസ് ഇങ്ങനെ നിനക്ക് പറയാറുന്നില്ലേ? എടി പൊട്ടി, സ്വന്തം കോളേജിനെ പറ്റി ആരെങ്കിലും കുറ്റം പറയോ? പിന്നെ കേരളത്തിലെ ഒട്ടുമിക്ക കോളേജിലും ഇതൊക്കെ തന്നെ അവസ്ഥ. കുത്തിക്കൊണ്ടിരിക്കാതെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ നോക്ക്. എന്നാ വാ കിടക്കാം. ആ കേറി വൈകി ചായ കുടിച്ചിട്ട് പോടാ. എന്റെ വന്നോ, ഇവിടെ ആണായിട്ട് പെണ്ണായിട്ട് ഓർത്തോളം എനിക്ക് അറിയാവേ. ഞാൻ കേറുന്നില്ല, അവനെ വിളിച്ചാ ചാവനെന്തിയേ? ആദ്യേ ഇറങ്ങി. ഇയാൾക്ക് തന്നെയാണ് പണി. ഓ, പെണ്ണുങ്ങളെക്കാളും കഷ്ടമാണല്ലോ. എന്തോ ഒരുക്കവന്റെ. ഒന്ന് വേഗം വാടാ, എത്ര നേരം അച്ഛൻ പോവാണേ. ആ എന്നാടാ ഇത് കൊണ്ടായിക്കോ. ഇത് വെച്ചോ. അച്ഛൻ മതി. ഇറങ്ങണേ. ഫാമിലി ട്രാജഡീസ്. കിട്ടിയ വശം തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞ കണ്ടാ തെണ്ടി. വിട്ടോ. ആ കേറ്. അച്ഛൻ പോവാട്ടോ. നോക്കി പോയിട്ടോളേ. എനിക്ക് എന്തായാലും ഇന്ന് കാണണം. എടാ അതൊന്നും വേണ്ട, അത് റിസ്ക് ആണ്. എന്ത് റിസ്ക്? വെറുതെ സീനാവും. ഒന്ന് പോടാ. ആ സിംഹവാലം കേരളില്ലേ, അങ്ങനാണെങ്കിൽ വെടിയൊക്കെ നാളെ തപ്പി നടക്കാണ്. പിന്നെ എടാ ഞാനെങ്കിലും എനിക്ക് പേടിയാണ്. ഞാൻ എന്തായാലും പോകും. നിനക്ക് പറ്റെങ്കി വാ. എടാ അത് വേണോ? നിനക്കറിയില്ലേ ഇത്ര നാളായി ഞാൻ കണ്ടിട്ട്. നീ വേഗം വണ്ടി വിട്. ആരും കാണാനൊന്നുമില്ല. പിടി, ആ കേരളം ഇവിടെ ഉണ്ടാവോ? നിക്ക്. സൂക്ഷിച്ചിട്ടോ. പണ്ടാരക്കാലിനോട് ഉണ്ടാവല്ലേ. തെന്നിപ്പോവല്ലേ ദൈവം. ഇപ്പൊ ശരിയാക്കാം. അയാളെ വെടി കൊള്ളാതെ നോക്ക്. ഈശ്വര, നെഞ്ചത്തോളം വീഴുവാവും. Thank you. ഈശ്വര, സിംഹവാലൻ. ഞാൻ തീർന്നു. ജയ് ജനഗണമന അധിനായക പഞ്ചാബ് മറന്നും പോയിട്ട്. വേഗം വാടാ. ജനഗണമന അറിയാത്തത് ഇത്രയും വലിയ തെറ്റായിരുന്നോ? ഞാനൊരു ഗ്ലാസ് കണ്ടിട്ടില്ല ഞാൻ.